ചങ്ങായിമാരെ. അപ്പോൾ സംഭവം പിന്നെ നമ്മളെ വാൾപ്പാറയിൽ ആക്സിഡൻ്റായ ട്രാവലറിൻ്റെ തകരാറ് ഡ്രൈവറുടെ പരിചയക്കുറവാണെന്നും പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ വിശദീകരണത്തിൽ പറയുന്നത്. MVD പറയുന്നത് പരിചയക്കുറവാണ്. കാരണം ആ ഒരു ട്രാവലർ ആ കൊല്ലിയിലേക്ക് കൊല്ലിയിൽ നിന്ന് വീണിട്ട് ഒരു പകുതി പോലും ബാക്കിയില്ല, ഒന്ന് എടുത്ത് നോക്കാൻ പോലും ബാക്കിയില്ല. എന്ന് വെച്ചാൽ എന്നാ ടെസ്റ്റ് ചെയ്യേണ്ട, അതിൻ്റെ ബ്രേക്ക് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്ക് പോയിട്ടൊരു പൊടി പോലും ബാക്കിയില്ലാത്ത അവസ്ഥയായിട്ടാണ് നിങ്ങളെല്ലാവരും കണ്ടത്, ഈ ഞാനടക്കം ആ ഒരു വീഡിയോസ് കണ്ടത്. അപ്പോൾ അതിലെങ്ങനെയാണ് ഇവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് അവർക്ക് ബ്രേക്ക് എങ്ങനെയാണ് ആ ലൈനർ പൊട്ടിയാണെന്നോ എങ്ങനെയാണ് അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, ഇത് ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് ഡ്രൈവറുടെ മേക്ക് വരും, ഡ്രൈവറുടെ തലയിലാവും. കാരണം പരിചയക്കുറവ് എന്ന് പറഞ്ഞിട്ട്. കാരണം ഒരു കുട്ടി ഓടിക്കുന്നതാണെങ്കിൽ അവൻ എക്സ്പീരിയൻസ് കുറവാണെന്നേ എല്ലാവരും പറയും. എല്ലാ കുട്ടിയല്ല, ജസ്റ്റ് പ്രായത്തിൽ. നമ്മളിപ്പോൾ ഒരു വണ്ടി പ്രാന്തനാണെങ്കിൽ എല്ലാ വണ്ടിയും എടുക്കുന്നുള്ളത് ഓക്കെയാണ്. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, വണ്ടിക്കോ വണ്ടിയിലുള്ളിലുള്ള ആൾക്കാർക്കോ ആക്സിഡൻ്റായിട്ട് സംഭവിച്ചു പോയാൽ ആ വണ്ടി ഓടിച്ചവരേ പറയൂ. ഇപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിചയമാണ് എക്സ്പീരിയൻസ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ റൂട്ടും നമ്മൾ കവർ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് മാത്രം ഓടിക്കുന്നു. എൻ്റെ നാട്ടിൽ നിന്ന് മാത്രമേ ഞാൻ ഓടിക്കുന്നുള്ളൂ. പക്ഷേ പെട്ടെന്ന് എനിക്ക് ടൗൺ കയറി പോകണം. അപ്പോൾ ആ ടൗൺ കയറി പോകുമ്പോൾ എനിക്ക് പേടിയാവും. കാരണം ഒരുപാട് വണ്ടി ഉണ്ടാകുമ്പോൾ എൻ്റെ വണ്ടി എങ്ങനെ മാനേജ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പരിചയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എല്ലാ ഭാഗത്തൂട്ടിയും വണ്ടി ഓടിച്ച് പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പയ്യൻ ചെറിയ പ്രായക്കാരനാണ്. അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ എന്ന് വെച്ചാൽ ചിലപ്പോൾ ചുരത്തുനിന്നുള്ള ചെറിയൊരു പരിചയക്കുറവൊക്കെ ഉണ്ടായിരുന്നു വരാം. പക്ഷേ മുഴുവനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ പയ്യനോട് ചോദിച്ചാലേ പറയാൻ പറ്റും. അപ്പോൾ ഇപ്പം ജീവനോട് മല്ലടിച്ച് കിടക്കുന്ന ആ പയ്യനോട് ഇപ്പോൾ ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് ജീവിതകാലം മുഴുവനുള്ള ട്രോമയായിട്ട് മാറും. കാരണം 9 പേരാണ് മരിച്ചത്. അപ്പോൾ 9 പേര് മരിച്ചതിലും ഇപ്പം കുറ്റം ഈ ഒരു ഡ്രൈവർ പയ്യൻ്റെ പേരിലേക്കാണ് ഇപ്പം ചുമത്തിയിട്ടുള്ളത്. വെച്ചാൽ പരിചയക്കുറവ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ട്രാവലറും ഒട്ടും മോശമൊന്നുമല്ല ബ്രേക്കിൻ്റെ കാര്യത്തിൽ. കാരണം വെച്ചാൽ ചവിട്ടിയാൽ കിട്ടുന്നില്ല എന്ന് ഒരുപാട് ഡ്രൈവേഴ്സ് പറയേണ്ടിക്കൽ അത് വണ്ടിയുടെ മാനുഫാക്ചറിങ് ഡിഫക്ട്സിൽ തന്നെ വരുന്നതാണ്. പിന്നെ കയറുന്ന ഗിയറിൽ തന്നെ ഏത് കുന്നാ കയറുന്നു, ഏത് ചൊരാ കയറുന്നു, അതേ ഗിയറിൽ തന്നെ സെയിം ഗിയറിൽ തന്നെ കയറ്റാൻ കീയും വേണം. അത് അവരെല്ലാ ഡ്രൈവേഴ്സും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ വണ്ടിക്ക് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ബ്രേക്ക് ചവിട്ടി ഇറക്കുമ്പം ലാസ്റ്റ് ഈ ലൈനർ ചൂടായിട്ട് എന്നാ പറയണ്ടേ, അവിടെ നിന്നൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ താഴെ എത്തുമ്പോഴത്തേക്ക് ഒട്ടും ബ്രേക്ക് കിട്ടില്ല. അതിനാണ് നമ്മൾ വണ്ടിക്ക് പിടുത്തം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗിയറിൽ വണ്ടി ഇറക്കുന്നത്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മൾ പറയുന്ന പോലെ ഒന്നുമല്ല. വണ്ടി എന്ന് വെച്ചാൽ ഇത്ര ലക്ഷങ്ങൾ കൊടുത്താലും ഓരോന്നിനും ഓരോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ പയ്യൻ്റെ പേരിലേക്കായി ഇപ്പം മൊത്തം കുറ്റങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്.